മസ്താനിയും അക്ബറും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മസ്താനി കരയുന്നുണ്ട്. എന്നിട്ട് പറയാ, എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഇവിടുന്ന് പോയിട്ട് എയർപോർട്ടിൽ എനിക്ക് ഇറങ്ങാൻ പറ്റാതെ 2 മണിക്കൂറാണ് ഞാൻ അവിടെ ഇരുന്നത്. കാരണം എൻ്റെ ഉമ്മയ്ക്കോ അനിയത്തിക്കോ അല്ലേ എയർപോർട്ടിൽ വരാൻ പറ്റുമോ? അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു എനിക്ക്. ആ ഒരു സമയത്ത് ആരും എന്നെ ഒന്ന് ഇവിടുന്ന് പോയവരാരും എന്നെ ഒന്ന് വിളിച്ചില്ല. എന്നെ ആരും വിളിക്കാനും വന്നില്ല എയർപോർട്ടിൽ. അപ്പോൾ അക്ബർ പറഞ്ഞ്, അത് നിൻ്റെ കയ്യിലിരിപ്പുകൊണ്ടല്ലേ, നീ പിന്നെ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് അങ്ങനത്തെയൊക്കെ പ്രശ്നം വന്നത്. കാരണം പിന്നെ അപ്പാനി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്തൊരു അട്ടഹാസവും ചിരിയൊക്കെ ആയിരുന്നു. അതല്ല, നീ അപ്പാനിയെക്കുറിച്ച് വല്ല ഇൻ്റർവ്യൂവിൽ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ ഞാൻ ഒരു ഇൻ്റർവ്യൂവിലും അപ്പാനിയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നല്ലതും പറഞ്ഞിട്ടില്ല, ചീത്തയും പറഞ്ഞിട്ടില്ല. അപ്പാനിയാണ് പറഞ്ഞത്, മസ്താനി കയറുന്ന കപ്പലിൽ ജീവന് പേടിയുള്ളവർ, കൊതിയുള്ളവർ കയറത്തില്ല എന്ന് അപ്പാനിയാണ് പറഞ്ഞത്. അതെങ്ങനെ പറയാതിരിക്കും? അക്ബർ പറയാം, നിൻ്റെ പ്രവൃത്തി അതുപോലല്ലായിരുന്നോ? അതങ്ങനെ പറഞ്ഞതിന് ഞാൻ അവന് ഒരിക്കലും കുറ്റം പറയത്തില്ല. കാരണം എവിക്റ്റഡ് ആയ ഒരാളുടെ മാനസികാവസ്ഥയിൽ തളർന്ന് നിൽക്കുമ്പം നീ എന്താ കാണിച്ചത്? അത് ലാലേട്ടൻ വരെ, അത്ര മഹാനടനായ ലാലേട്ടൻ വരെ നിന്നോടത് ചോദിച്ചില്ലേ? അപ്പോൾ ആൾക്കാരത് എങ്ങനെ എടുത്തു കാണും? നീ വന്നപ്പോൾ തൊട്ടേ ടാർഗറ്റ് ചെയ്യാനായിട്ട് വന്നത് നീ അപ്പാനിയല്ലേ? അപ്പോൾ അത് അപ്പാനിക്ക് അറിയാവുമ്പോൾ നീ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സ്ഥലത്തോ നീ ഉള്ള സ്ഥലത്തോ അപ്പാനി വരുമോ? അപ്പാനിക്ക് അത്രക്ക് വിഷമമായി പോയി. കാരണം അപ്പാനി പല സ്ഥലത്ത് പോയപ്പോഴും ആൾക്കാർ ചോദിച്ചത്, മസ്താനി കൂവി വിട്ടല്ലേ, മസ്താനി പിന്നെ കളിയാക്കി വിട്ടല്ലേ എന്നും പറഞ്ഞാൽ പുള്ളിയെ ഓരോരുത്തർ പിന്നെ പലയിടത്ത് പോയപ്പോഴും ചോദിക്കുന്നത്. പുള്ളിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ നീ ആക്കിയില്ലേ? ഞാൻ ഒരു ഇൻ്റർവ്യൂസിലും അപ്പാനിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പാനി എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇൻ്റർവ്യൂസിന് ലക്ഷങ്ങളുടെ വ്യൂസാണ് വന്നിരിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്ത ചാനൽ തന്നെ എൻ്റെ കണ്ടൻറ്റിന് വേണ്ടി അവരെന്നെ തന്നെ യൂസ് ചെയ്ത്. കാരണം അവർക്കും അതുകൊണ്ടല്ലേ നേട്ടം ഉണ്ടാകുന്നത്. നമുക്കൊരു വീഴ്ച പറ്റി നമുക്ക് നല്ല നെഗറ്റീവാണെന്ന് കാണുമ്പോഴത്തേക്കും അത് മുതലെടുക്കാൻ ആൾക്കാരുണ്ടാവുമല്ലോ. അതുകൊണ്ട് നേട്ടം അവർക്ക് കൊയ്യാലോ. ആ സമയത്തൊക്കെയല്ലേ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ സീസൺ 7 എന്നെ ആരും മറക്കത്തില്ല. ബാക്കി എല്ലാവരും മറന്നാലും എന്നെ മറക്കത്തില്ല. കാരണം എന്താണെന്നറിയാം, എൻ്റെ പേരിൽ ഒരുപാട് ഫുഡുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആ നാട്ടിൽ. ഇപ്പോൾ എൻ്റെ തരംഗമാണ് ഫുഡുകൾക്ക്. കുഴിമന്തി മസ്താനി, കുഴിമന്തി ഗ്രില്ല്, മസ്താനി ഗ്രില്ല് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അക്ബർ ചിരിക്കുന്നുണ്ട്. അക്ബറിന് ചിരി സഹിക്കാൻ വയ്യ. അപ്പോൾ പറഞ്ഞു, എടി ഞാൻ നിന്നെ കളിയാക്കുമല്ല. ഇത് കേട്ടാൽ പിന്നെ ആരാ ചിരിക്കാത്തത്? കാരണം അപ്പം അക്ബർ പറയാം, ശരിയാ, നിന്നെ ആരും മറക്കത്തില്ല. കാരണം അതുപോലല്ലേ നീ ഇവിടെ ഇതാക്കി വെച്ചിട്ട് പോയത് എന്ന് പറയാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. മസ്താനിയുടെ ഓരോ കാര്യങ്ങളും മസ്താനി പറയുന്നു, അപ്പാനിക്ക് സൈഡിൽ നിന്ന് അക്ബറും പറയുന്നു.